ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി എന്താ? അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഇൻട്രോ ആണ്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് Q&A പോലൊരു സംഭവം ഇട്ടിട്ടുണ്ട്, ഒരു സെഗ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. Q&A അല്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. കാരണം നമ്മൾ എന്താണ് ആരാണെന്ന് ഇത് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഏതാണെന്ന് ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, ഫാമിലി ഇവരൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയും, ഇങ്ങനെ ഈ കണ്ടന്റ് ചെയ്യും, ആ കണ്ടന്റ് ചെയ്യും, ഇതുപോലെ Q&A ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. ഇവളുടെ ഫേസ്ബുക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ട്, ഐ തിങ്ക് 5K സംതിങ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ കുറെ മെസ്സേജ് വരും, ഇതുപോലെ Q&A ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ ചോദിച്ചു Q&A ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളിങ്ങനെ Q&A ചെയ്യാം, അത് ചെയ്താൽ പൊളിയായിരിക്കുമല്ലോ എന്ന് കരുതി നമ്മളതിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ല, ഇത് നമുക്ക് അങ്ങോട്ട് പറയാനുള്ളതാണ്. നമ്മളുടെ ചാനലിന്റെ നെയിം എന്താണെന്ന് പറയൂ. ചാനലിന്റെ നെയിം എന്താണ്? ഫൈസി ആൻഡ് റൈസ്. ഫൈസി ആൻഡ് റൈസ് എന്നാണ് എടുത്തിരിക്കുന്നത്. എന്റെ പേര് ഫൈസി. എന്റെ പേര് ഒറിജിനൽ നെയിം എന്താണെന്ന് വെച്ചാൽ ഫസീല എന്നാണ്. ഫൈസിന്റെ നിക് നെയിം. അപ്പൊ ഫൈസി എന്നാക്കാൻ പറ്റും, കാരണം എനിക്ക് ഫൈസി എന്ന് പറയുന്നത് കുറച്ച് ഒഫീഷ്യലി ഫേമസ് ആക്കിയത് ഞാനാണ്. എന്റെ പേര് റൈസ് കാസിം. സ്നേഹ കുടുംബം റഹീം വിളിക്കും. ആരുമില്ല, ഞാൻ തന്നെ ഇട്ടൊന്നുമില്ല. ഇങ്ങനെ ഇത്ത റഹിമോനെ എന്നൊക്കെ ഇടക്ക് വിളിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഇവള് റൈസ് എന്നാണ് വിളിക്കുന്നത്. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞ പേര് തന്നെ വിളിക്കുന്നത് ഇഷ്ടം. കാരണം എൻ്റെ ഉമ്മയും ഇവളും എല്ലാവരും റൈസ് എന്ന് തന്നെ വിളിക്കുന്നത്. എനിക്ക് തക്കുടുവാവേ പൊന്നാച്ചി അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് സ്നേഹം വരുമ്പോ യെസ്, നമുക്ക് എനിക്ക് പേര് തന്നെ വിളിക്കുന്നത് ഇഷ്ടം. അത് കേൾക്കാനാണ് എനിക്കൊരു ഇഷ്ടം. കാരണം വാപ്പി പണ്ട് പറയുമായിരുന്നു ഇതുപോലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പേരാണ് എൻ്റെ. അപ്പം വാപ്പി ഇട്ട പേരാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേര്. അപ്പൊ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളുടെ പ്ലേസ് എവിടെ നിന്നാണ്. രണ്ടുപേരുടെയും പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത് അത് നിങ്ങൾ പറഞ്ഞു. എന്റെ സ്ഥലം ആലപ്പുഴയാണ്, പ്രോപ്പർ ടൗണിലാണ്. കളക്ടറേറ്റിന്റെ ബാക്കിലോട്ട് വരും, സെക്യൂരിറ്റി ബസാർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്റെ പറയാം. എന്റെയും ആലപ്പുഴ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്താ ആലപ്പുഴ രണ്ടുപേരും. അതൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ വീടും ഏകദേശം അടുത്തടുത്താണ്. പക്ഷെ നമ്മൾ മുന്നേ കണ്ടിട്ടൊന്നും ഇല്ല. ബട്ട് രണ്ടുപേരുടെ വീട് അടുത്തടുത്താണ്. അത്രേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പറഞ്ഞോളൂ. എന്റെ വീട്ടിൽ മമ്മി ആൻഡ് സിസ്റ്റർ ആണുള്ളത്. സിസ്റ്റർ, ഹസ്ബൻഡ്, ഒരു കുട്ടിയുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ? എന്റെ വീട്ടിൽ ഉമ്മി, വാപ്പി, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് ഇത്രയും പേരാണ് എന്റെ ഫാമിലി വരുന്നത്. സിസ്റ്റേഴ്സിന്റെ നെയിം ചോദിച്ചിട്ടുണ്ടോ? സിസ്റ്റേഴ്സ് മാരീഡ് ആണ് രണ്ടുപേരും. പിന്നെ ഞാനും മാരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്. കുറെ പേര് ചോദിച്ചത് നിങ്ങൾ UK-യിലാണോ? അതാ കാണുന്നുണ്ട് വീഡിയോ, എന്നാലും ചുമ്മാ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് UK ആണോ ചോദിക്കുന്നുണ്ട്. എന്താ ഇത് UK ആണോ, എവിടെയാണ് UK-യിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഗൈസ്, ഞങ്ങൾ UK-യിൽ തന്നെയാണ്, നിങ്ങളിത് വിശ്വസിക്കൂ. UK-യിൽ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറയാം. അതായത് നമ്മൾ ആദ്യം വന്ന് ഫസ്റ്റ് ഇറങ്ങുന്നത് ലണ്ടനിലായിരുന്നു. അപ്പം ലണ്ടനിൽ ക്രോയിഡൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ടൗൺ ആണ്, പ്രോപ്പർ ടൗൺ തന്നെയാണ്. ലണ്ടനിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു ട്രെയിനിൽ 20 മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി ക്രോയിഡൺ എന്ന് പറഞ്ഞ ലൊക്കേഷനിലെത്താൻ. അപ്പൊ അവിടെ നിന്ന് നമ്മളിപ്പം നിലവിലുള്ളത് കോവൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് മാറി ഇപ്പൊ കോവൻട്രിയിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കോളേജ് വരുന്ന ലണ്ടൻ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ലണ്ടൻ ചൂസ് ചെയ്തത്, ഇന്നർ ലണ്ടൻ ചൂസ് ചെയ്തത്. കോളേജ് ഇപ്പൊ കഴിഞ്ഞു, ഏകദേശം 1 ഇയർ ആയി നമ്മളിവിടെ വന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതാണ് നിങ്ങളുടെ കോളേജ്? ഫൈസി ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നും എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എന്ന് വെച്ചാൽ ഞാൻ BPP എന്നൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ ലണ്ടൻ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞ് കുറച്ചൊന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കോളേജിലേക്ക്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് കോഴ്സാണെന്ന് പറഞ്ഞാൽ MSc മാനേജ്മെന്റ് വിത്ത് പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ഞാൻ പഠിക്കുന്നത്. ഡിസംബറിൽ ഇപ്പൊ എന്റെ കോഴ്സ് തീരുകയാണ് ഗൈസ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ എക്സാമും ഡെസർട്ടേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതായിരുന്നു ഞാൻ കുറെ ആളുടെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. എത്രയാണ് കാര്യങ്ങൾ.
പിന്നെ ഗൈസ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ റേസിന്റെ കാര്യങ്ങളാണ്. റേസ് എങ്ങനെ, ഏത് വിസയിലാണ്, പിന്നെ റേസിന് എന്താണ് ജോലി? ഓക്കെ, അതായത് ഞാൻ ആക്ച്വലി സ്പൗസ് വിസ ആണ്, അതായത് ഡിപ്പെൻഡന്റ് വിസ. ചിലര് പാവാട വിസ എന്നൊക്കെ പറയും, കുഴപ്പമില്ല. ഐ ലൈക്ക്, മനസ്സിലായ വൈഫിന്റെ അല്ലേ, വേറെ അറിയാലോ. ഓക്കെ, അപ്പം ഞങ്ങൾ പാവാടയാണ്, ഞങ്ങൾ പാവാട. ഇനി ഞാനാണെങ്കിൽ ഞാൻ പാന്റ് വിസ, ട്രൗസർ വിസ. അത്രേ ഉള്ളു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കയറാൻ പറ്റുന്ന ഒരു ഭാഗ്യം. ഇത് ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ഭാഗ്യം എന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് പാവാടയല്ല ഞാൻ പറയുന്നില്ല, അതാണ് അത്രേ ഉള്ളു. പലകത്തെ തെറിച്ചു പോയി. ഓക്കെ, അപ്പൊ അതെ, ഞാൻ ആക്ച്വലി സ്പൗസിൽ വന്നു ഇവിടെ. ആദ്യം ഞാനൊരു LIC എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്തു, ലോണ്ടറിയുടെ ഒരു വർക്കായിരുന്നു, കുഴപ്പമില്ല. അത് ലണ്ടനിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പം ഇവിടെ കോവൻട്രിയിൽ വന്നപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ആമസോണിലാണ്. ആമസോൺ വെയർ ഹൗസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജോലിയൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട്സ് യുവർ ഫേവറേറ്റ് വേ ടു സ്പെൻഡ് എ വീക്കെൻഡ്? നിങ്ങളുടെ ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം? എനിക്കാണോ? പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എനിക്ക് വീക്കെൻഡിന് പുറത്ത് പോകണം. റൂമിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ഭയങ്കര മടുപ്പാണ്. എനിക്കിങ്ങനെ പുറത്ത് പോയി ഇവളായിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ മേടിക്കുക, അത് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുക ഒക്കെയാണ്. ലണ്ടനിൽ വെച്ച് എൻ്റെ ഭയങ്കര ഹോബി അതായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഹോബി ഞാനൊന്ന് ചേഞ്ച് ചെയ്ത്, അതായത് ഈ ആമസോണിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്തിരുന്ന് അത് അൺബോക്സ് ചെയ്ത് ആ സാധനങ്ങൾ ഇവർക്ക് സർപ്രൈസ് കൊടുക്കുക, എനിക്ക് സർപ്രൈസ് തരിക. അത് എന്താ പറയുക, ഓഫ് ഡേ ഒക്കെ അങ്ങനെ പുറത്ത് പോയി പറഞ്ഞ പോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അപ്പം എൻ്റെ ത്രില്ല് അതാണ്, വീട്ടിൽ ഇരിക്കാതെ റൂമിന് വെളിയിൽ പോയി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിനെ വെയിറ്റ് ചെയ്തിരുന്ന് അത് അൺബോക്സ് ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുക, കഴിക്കുക. ആഹാ, പൊളി. എന്റെ എങ്ങനെ എന്ന് വെച്ചാൽ റേസ് ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്, അത് എവിടെയായാലും കുഴപ്പമില്ല, ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകും. ഒരിക്കലും അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എപ്പോഴും കറങ്ങാൻ പോകണം, എന്തെങ്കിലുമൊക്കെ പുതിയ വെറൈറ്റി ഫുഡ് കഴിക്കണം, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഗൈസ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട്സ് യുവർ ഡ്രീം ജോബ് എന്നാണ്. അത് ചോദിച്ചാരാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് ചോദിച്ചിരിക്കുന്നത് സഹല സാലിം എന്നാണ്, ഫേസ്ബുക്ക് ഐഡി ആട്ടത്. ഓക്കെ, വാട്ട്സ് യുവർ ഡ്രീം ജോബ് പറഞ്ഞോളൂ. എന്റെ ഡ്രീം ജോബ്, അതെ, രണ്ടുപേരുടെയും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇൻഫ്ലുവൻസം ഒന്ന് സെറ്റ് ആക്കി എടുത്ത് അതായത് ഇൻഫ്ലുവൻസർ ആയിട്ട് ഇങ്ങനെ പഠിച്ച് നടന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കുറെ ആളുകളെ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ചു പോയി ചാരിറ്റി ഒക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ജോലി. നെക്സ്റ്റ് ഇനി എന്റെ ഡ്രീം ജോബാണ്. എനിക്ക് IT ഫീൽഡാണ് കൂടുതൽ താല്പര്യം. സോ ഞാൻ IT ഫീൽഡ് മാത്രമാണ് ചൂസ് ആയിട്ട് ഇപ്പൊ നോക്കുന്നത്. ഇത് പഠിച്ച ജോബാണ് കൂടുതൽ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഏത് ജോലി ആയാലും എനിക്ക് ഓക്കെയാണ്, ബട്ട് കൂടുതൽ താല്പര്യം IT ഫീൽഡിൽ ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്നതിന്റെ വെച്ചിട്ടുള്ള ജോബാണ്. ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ്സ്? പറയൂ. നവംബർ 26 ആയിട്ടില്ല. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ഏതാ ഡേറ്റ്? 24 അല്ല 4 അല്ലേ? 24 ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അതെ, എന്റെ നവംബർ 10 ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ല, സെലിബ്രേഷനും ഇല്ലായിരുന്നു. കാരണം രണ്ട് ബർത്ത്ഡേ 2 ഡേ ആയിട്ട് ആഘോഷിക്കുന്നതിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഒരുമിച്ചായി. പിന്നെ അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ജോബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും നൈറ്റ് ഡ്യൂട്ടി തന്നെ രാവിലെ വന്ന് നമ്മൾ കിടന്നുറങ്ങി തീർക്കുകയായിരുന്നു ഗൈസ്. സോ ഞങ്ങൾ 2 പേരും എന്താ ബർത്ത്ഡേക്കുള്ള ഒരു മൂഡില്ലായിരുന്നു. പേഴ്സണലി ഞാൻ വിഷ് ചെയ്തു, പക്ഷെ ഒന്നും ആഘോഷിച്ചും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ബർത്ത്ഡേക്ക് സർപ്രൈസും ഡിസ്റ്റും ഉണ്ട്, വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, വളരെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കാം നമുക്ക്. വാട്ട്സ് യുവർ ഫേവറേറ്റ് മിഡ് നൈറ്റ് സ്നാക്ക്? അതായത് നമുക്ക് രാത്രിയൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ മിക്കപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലീവുള്ള ദിവസം, ഓഫുള്ള ദിവസം നമ്മൾ നൈറ്റ് താമസിച്ചാണ് കിടക്കാറ്. അപ്പൊ എന്തായാലും നമ്മൾ നൈറ്റ് സ്നാക്ക് കഴിക്കും. അതിൽ റേസിന് ഇഷ്ടപ്പെട്ട എന്താണ്? എനിക്കറിയാം, പക്ഷെ ചോദിക്കാൻ. എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടത് വാക്കേഴ്സ് ആണ്. വാക്കേഴ്സാ? Why? ചുമ്മാ ഗൈസ്. വാക്കേഴ്സ് ആദ്യം തിന്നാനൊന്നുമില്ല, ചുമ്മാ തള്ളുകയോ തണ്ണിമത്തൻ. ഏത് സമയം പോലെ തണ്ണിമത്തൻ എനിക്കും തണ്ണിമത്തൻ തന്നെയാണ് ഞങ്ങൾ 2 പേരും കഴിക്കുന്നത്.
തണ്ണിമത്തനാവുമ്പോ നമുക്ക് വെയിറ്റിനും വലിയ പ്രോബ്ലം വരത്തില്ല. പിന്നെ ഇടയ്ക്ക് മിക്കപ്പോഴും പോപ്കോൺ കഴിക്കും. എനിക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പോപ്കോൺ മിക്കപ്പോഴും ഇങ്ങനെ ചൂടാക്കി വയ്ക്കും. അല്ലാത്തപ്പോ നമ്മൾ കഴിക്കുന്നത് വാട്ടർമെലൻ. ഓക്കെ ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട്സ് ദ ബെസ്റ്റ് സർപ്രൈസ് യു ഹാവ് എവർ റിസീവ്ഡ്? ഏതാണ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഇതുവരെ കിട്ടാത്തതിലേറ്റവും ഇംഗ്ലീഷില് പറഞ്ഞോളൂ. ഇതുവരെ കിട്ടാത്ത സർപ്രൈസ് അല്ല, ഇതുവരെ കിട്ടിയാലും ഭയങ്കര അടിപൊളിയായിട്ട് ഒരു സർപ്രൈസ് ഏതായിരുന്നു? ഏത് ഇങ്ങനെ നിന്നെ സർപ്രൈസ് പറയണേ. ഓക്കെ, എനിക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും അടിപൊളി സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ വെച്ചുള്ള ഒരു ബർത്ത്ഡേക്ക് നീ എനിക്കൊരു ഗിഫ്റ്റ് ചെയ്തില്ലേ? കൊറേ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഡ്രസ് എല്ലാം കൂടെ എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ച പോലത്തെ നല്ല പ്രീമിയം സാധനങ്ങൾ അന്ന് തന്നെ സർപ്രൈസ് ചെയ്തത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈഫിൽ കിട്ടിയ ആ ഒരു സർപ്രൈസ് ഞാൻ മറക്കത്തില്ല. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറെ സ്ഥലത്തൊന്നും സർപ്രൈസ് കിട്ടിയിട്ടില്ല ഗൈസ്. കാരണം നമ്മളങ്ങനെ ഒരുപാട് ഗേൾസിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ല. ഒരുപാട് ഗേൾസിനെ അതൊക്കെ ഗൈസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് യുവർ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്? എല്ലാം മൊത്തം ഇവിടുത്തെ ആളുകളാണ് ചോദിക്കുന്നത്. ഇതിന്റെ എല്ലാം മലയാളത്തിലും കൂടെ ഞാൻ ചോദിച്ചത്, ഞാൻ അത് ഇംഗ്ലീഷിലോട്ടും കൂടെ Who was your first celebrity crush? ആരാണ് നിങ്ങൾക്ക്? എന്റെ സെലിബ്രിറ്റി ക്രഷ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് ചെറുപ്പം മുതലുള്ള ആരാണോ അത് തന്നെയാണ് ഇപ്പോഴത്തെ എന്റെ സെലിബ്രിറ്റി ക്രഷ് എന്ന് പറഞ്ഞത്. വിജയ് ദേവരകൊണ്ട. ഓക്കെ, എനിക്ക് ക്രഷ് ആയിട്ടുള്ളത് അങ്ങനെ ആരാണ്? പ്രത്യേകിച്ച് കാജലിന് ഇഷ്ടമാണെന്നുള്ളു. പക്ഷെ അങ്ങനെ ക്രഷ് ആയിട്ട് എനിക്ക് വിജയ് ദേവരകൊണ്ടാണേ. എനിക്ക് അങ്ങനെ ക്രഷ് ആയിട്ട് പറയാൻ അറിയില്ല. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഫേവറേറ്റ് പെർഫ്യൂം. ലോട്ട് ഓഫ് കളക്ഷൻസ്. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇവിടെ വന്ന് ഞാനിപ്പം ഒരു പറയാലോ, ചോദ്യം കഴിഞ്ഞല്ലോ. ഞാൻ ഇവിടെ വന്ന് ഒരു പെർഫ്യൂം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. നാട്ടിൽ നിന്ന് സംഭവം ഞാൻ നോക്കി വെച്ചതാണ്. വാലന്റീനോ റോസി. അടിപൊളിയാണ്. നല്ല കോസ്റ്റ്ലി ആട്ടോ. ഞാൻ മേടിച്ച് 95 പൗണ്ട് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞതന്നെ ഉള്ളൂ. പിന്നെ ഒരുപാട് പെർഫ്യൂം ഇഷ്ടമാണ്. ബോസ് ഇഷ്ടമാണ്. വൈൽഡ് സ്റ്റോണിന്റെ നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന വൈൽഡ് സ്റ്റോൺ ആണ്. അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് പ്രോപ്പർ ഇല്ല. എന്നാൽ ഇപ്പൊ നിലവിൽ വാലന്റീനോ റോസി. എനിക്ക് എന്റെ കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു എടുക്കുന്നത്? മിസ് ബ്യൂട്ടി അങ്ങനെ ഏതാണല്ലോ എടുത്തിരുന്നല്ലോ. അത് കട്ട് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ലിവിങ് ടുഗെദർ ആണോ? നിങ്ങൾ മാരീഡ് ആണെന്ന് തോന്നുന്നില്ല. മാരീഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോ എനിക്കൊന്നും താലിമാരി അങ്ങനെ കാണാത്തുണ്ട്. അതുകൊണ്ടായിരിക്കത്തില്ല, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടും ഭയങ്കര യങ് അല്ലേ. അതുകൊണ്ട് എസ്പെഷ്യലി ഞാൻ ഭയങ്കര ലുക്ക് ആയതുകൊണ്ടാവാം. അതല്ല, അതെന്തായാലും ഉണ്ടാവില്ല. കാണുന്നവർ കണ്ണിന് പ്രശ്നമുള്ളവര് വൈഫാണ് ഗൈസ്. അത് അതായത് നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചൊരു ചോദിച്ചല്ലേ, അത് ഫാമിലിയും കുറച്ച് റിലേഷൻ അകന്ന ആരൊക്കെ നമ്മള് നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. റിസപ്ഷൻ പോലെ ഒരു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അതെ, നമ്മളിവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് ഡിപ്പെൻഡിൽ കയറാൻ പറ്റില്ലല്ലോ ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ആരാണോ കൂടുതൽ ദേഷ്യപ്പെടുന്നത്? ഇനി ദേഷ്യപ്പെട്ടാൽ ആരാണ് കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത്? ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് ദേഷ്യപ്പെടുന്നത് റഹീസ് കാസിം ആണോ? എന്റെ ഇതില് റഹീസിനാണ്. റഹീസിന്റെ അഭിപ്രായം ചോദിക്കാം. ഞാൻ അതിൽ സമ്മതിച്ചു തരാം. രണ്ടുപേർക്കും ദേഷ്യങ്ങളുണ്ട്, മനുഷ്യരല്ലേ. അതെ, അതെനിക്ക് മാത്രമായിട്ട് ഗസ് ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, ഞാൻ ദേഷ്യപ്പെടും, അതുപോലെ തന്നെ ഞാൻ കൂടുകയും ചെയ്യും പെട്ടെന്ന്. ഓക്കെ, അപ്പം റേസ് പെട്ടെന്ന് ദേഷ്യപ്പെടുമെങ്കിലും പെട്ടെന്ന് കൂടും. 5 മിനിറ്റിനുള്ളിൽ തന്നെ കൂടും. ഇങ്ങനെ 1 സെക്കൻഡ് 3 കൂടും. അതെനിക്ക് നേരെ തിരിച്ചു പറയാനുള്ളത്, ഇവള് ദേഷ്യപ്പെട്ട് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് പിന്നെ നോക്കണ്ട. പട്ടി കുഞ്ഞിനെ പോലെ ഞാൻ പുറകെ നടക്കേണ്ടി വരും. എനിക്ക് അപ്പൊ തന്നെ കൂടാൻ പറ്റില്ല ഗൈസ്. അതാണ്. പിന്നെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ആരാണ് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ആരാ? സ്വാഭാവികം ആരായിരിക്കും? ഞാൻ. കഷ്ടപ്പെട്ട് പുറകെ നടന്ന് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ പട്ടിയുടെ വിലവിലും അത് പോയി ഗൈസ്. കുറെ നാള് പുറകെ നടന്നു. ഐ തിങ്ക് ഒരു 6 മന്തോളം നടന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്,
കലി പിടിപ്പിച്ച് നോക്കി, എല്ലാ രീതിയിലും നോക്കി. പക്ഷെ അവിടെ ഒന്നും ഞാൻ തോറ്റു കൊടുത്തില്ല. ഇവന്മാരെ അതായിരുന്നു എന്റെ റിയാലിറ്റി. സത്യം പറഞ്ഞ നീ നേരത്തെ പറഞ്ഞ ചൂടാവുന്ന ഞാനന്ന് അത് ഇവന്മാരെയൊക്കെ തെരഞ്ഞെടുക്കാൻ കഴിച്ചു നല്ല ബുദ്ധി വേണം. ദെൻ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രീം എന്നാണ്. രണ്ടുപേരും ഡ്രീമോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് താങ്കളുടെ ഡ്രീം? ഐ ആം എ ബിഗ് ഡ്രീമർ. അതായത് എനിക്ക് ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഡ്രീമിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഡ്രീം. അതായത് സത്യം, കാരണം മുമ്പത്തെ ഡ്രീമുകളൊക്കെ മാറ്റി 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 വെച്ചു. മനസ്സിലാവും, ഭയങ്കര വലിയ ഡ്രീമുകളായി. ഇപ്പൊ ഡ്രീമിനെ വെച്ചോണ്ട് ഇപ്പം വീട് വെക്കണം. അതാണ് നമ്മുടെ ഡ്രീം. അതാണ് നമ്മളുടെ ഡ്രീം. സോ എന്റെ ഡ്രീം അത് തന്നെയാണ് ഗൈസ്, വീട് വെക്കുക. പിന്നെ ബാക്കിയുള്ള അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.